അവിടെ ഇപ്പോൾ PV അൻവർ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, സ്ഥാനാർത്ഥികൾ എല്ലാവരും അനന്തുവിന്റെ വീട്ടിലെത്തുന്നുണ്ട്. മാതാപിതാക്കളെ കണ്ട് അവർക്ക് ആശ്വാസവാക്കുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ PV അൻവർ എത്തിയിട്ടുണ്ടല്ലോ, വിവരങ്ങൾ എന്താണ്? GK, അല്പസമയത്തിനുള്ളിൽ തന്നെ മരണപ്പെട്ട അനന്തുവിന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചേരും. ഒപ്പം തന്നെ സംസ്കാരം ഇവിടെ തൊട്ടടുത്തുള്ള ശ്മശാനത്തിലാണ് നടക്കാനുള്ളത്. എല്ലാ സ്ഥാനാർത്ഥികളും ഈ വീട്ടിലേക്ക് വരികയാണ്, അനുശോചനം അറിയിക്കുകയാണ്, മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ PV അൻവർ വന്നിരിക്കുകയാണ്. PV അൻവർ കുടുംബത്തെ കണ്ടത് ശൈലജ ടീച്ചർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ PV അൻവറിനെ കണ്ട് അവർ തമ്മിലൊന്ന് സംസാരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോഴത്തെ PV അൻവർ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് തന്നെ ഈ വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ തന്നെ താൻ നിരന്തരമായിട്ട് പറഞ്ഞതാണ് എന്നുള്ളത് ആയിരുന്നു ആക്കിയത്. സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇന്നലെ UDF നടത്തിയ സമരത്തെ കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആശുപത്രിയിലേക്കുള്ള റോഡ് തടഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ UDF സമരം നടത്തിയത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി ഇന്നിപ്പോൾ PV അൻവർ പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം അല്പസമയം മുൻപ് ഇപ്പോൾ ഈ വീട് സന്ദർശിച്ചു. ഇന്നലെ നിലമ്പൂരിലേക്ക് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളോട്, അതായത് ഈ അനന്തുവ് ഇന്നലെ ഈ അപകടത്തിൽപ്പെട്ട സമയത്ത് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയ ശ്യാം എന്നുള്ള ആളാണ്. ആ ശ്യാമുമായിട്ട് സംസാരിക്കുകയാണ് PV അൻവർ. നേരത്തെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ LDFന്റെയും UDFന്റെയും നേതാക്കളും എല്ലാവരും തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ആണ് തൊട്ട് അടുത്ത മുൻവന്ന്. ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, UDFന്റെ ആര്യടൻ ഷൗക്കത്ത് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളും സ്ഥാനാർത്ഥികളും എത്തുകയും ഈ കുടുംബത്തോടൊപ്പം അനുശോചനം ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രധാന പ്രതി ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ പന്നി മാംസത്തിന് വേണ്ടി പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ PV അൻവർ എന്നുള്ളതാണ് നമ്മൾ അനന്തുവിന്റെ വീട്ടിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നു. മാതാപിതാക്കളെ കണ്ട് അവരെ ആശ്വസിപ്പിച്ച ശേഷം PV അൻവർ അവിടെ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അനന്തുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. നേരത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, അതോടൊപ്പം തന്നെ KK ശൈലജ എന്നിവരൊക്കെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റു മരിച്ച അനന്തുവിൻ്റെ മൃതശരീരം അനന്തു പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഇപ്പോൾ തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വേദനയോടെ നിൽക്കുന്ന അധ്യാപകരെയും കുട്ടികളെയും സഹപാഠികളെയും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണുന്നത് PV അൻവർ അനന്തുവിൻ്റെ വീട്ടിലെത്തിയ ദൃശ്യങ്ങളാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ദാരുണമായ സംഭവങ്ങളാണ്. ഇപ്പോൾ ഇതിങ്ങനെ വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ വരുന്ന ഈ തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണ്. 1000-ൽ പരം മനുഷ്യരിവിടെ മരിച്ചു വീണു. ഈ ഒരു എന്താ പറയുക 2-3 മാസത്തിനുള്ളിൽ ഈ നിലമ്പൂരിൽ 4 പേര് മരിച്ചു. 3 ആൾ ആന ചവിട്ടിക്കൊന്നിട്ട് ഒരാൾ കടുവ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നും ഇവിടെ ആർക്കും ഒരു വേദനയില്ല. ഇതാണ് കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു തുറന്നിട്ട മൃഗശാലയാകും. അതിന് പ്രോത്സാഹനം നൽകുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അതിന് പ്രോത്സാഹനം നൽകുന്ന മന്ത്രിയാണ്. ഇപ്പൊ മന്ത്രി പറഞ്ഞ ജനങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രകടനപരത കൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കില്ല. സർക്കാർ കൃത്യമായ നിലപാടുകൾ ഈ നാടിന്റെ ഒരുപാട് കാര്യത്തിൽ ഇടപെടുന്നുണ്ടല്ലോ. 1,20,000 കോടി രൂപ ഈ നാടാകെ വികസിപ്പിക്കാൻ ചെലവാക്കി എന്നാ പറയുന്നത്. മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും ഫോട്ടോ വെക്കാനേ 4 കൊല്ലത്തെ 15 കോടി 60 ലക്ഷം ഉറുപ്പിക ബോർഡ് വെക്കാൻ, ഹോർഡിംഗ് വെക്കാൻ ചെലവാക്കിയ ഗവൺമെന്റാ. 4ാം വാർഷികം പൊടിക്കാൻ 200 കോടി രൂപ ചെലവാക്കിയത്. അവിടെയാണ് ഈ പച്ച മനുഷ്യർ ഇങ്ങനെ മരിച്ചു വീഴുന്നത്. കോടികൾ മുടക്കി ഈ എന്താ പറയാ നാഷണൽ ഹൈവേ 6 വരി പാത ഇപ്പൊ 16 വരിയായി വിരിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് തരിപ്പടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇതിൽ പൈസ ഉണ്ട്. വെറും 3000 കോടി റുപ്യ എന്റെ കയ്യിൽ തന്നാല്
എനിക്ക് കണക്ക് നോക്കാൻ രണ്ടാളെയും തന്നാലേ ഈ പ്രശ്നം ഞാൻ തീർക്കൊടുത്തോളൂ. 1 കിലോമീറ്ററിന് 3 കോടി റുപ്യ ചെലവാക്കിയാൽ ഈ ഏകദേശം 1000 കിലോമീറ്ററോളം വരും ഈ മലയോര സിഗ്സാഗായി വരുമ്പോൾ. കേരളത്തിന്റെ നീളം